ദില്ലിയിൽ ഇടത് എംപിമാർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് എളമരം കരീം എംപിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. 11 മണി 12 മണിക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ കാഷ്വലായി അവർക്ക് കിട്ടിയ വിവരം എന്ന നിലയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരം നാളെ പുലർച്ചെ 5:30 മണിക്കാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന നിലയിലാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളവിടെ ചെല്ലുന്നതിൽ ഒരു അസ്വസ്ഥത ഉള്ള രീതിയിലാണ് അവരുടെ ഒരു ടോൺ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സംസാരിച്ച ബിനോയ്ക്ക് മനസ്സിലായത്, പിന്നെ പലപ്പോഴായിട്ട് അവരുടെ ഇടപെടൽ കണ്ടപ്പോഴും അതാ തോന്നിയത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘം അവിടെ എത്തുന്നത് തടയുക, എത്താതിരിക്കുക എന്ന നിലയിൽ അവർ ഉദ്ദേശിച്ചതായി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര മുടക്കാതിരിക്കാൻ കാലത്ത് അവർക്ക് കുറച്ച് സൗകര്യം ചെയ്യാമായിരുന്നു. പിന്നെ അത് അവർ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് അവരെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഞങ്ങൾ എപ്പോൾ പുറപ്പെടണം എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല തീരുമാനിക്കുന്നത്, കോടതി ഉത്തരവാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് അവരെടുത്തത്. സാധാരണ പോലുള്ള ഒരു സ്ഥിതിയല്ല. കോടതിയല്ലാത്ത എന്ത് കാരണം പറഞ്ഞാലും അതിനെ നമുക്ക് മറികടന്ന് പോകാമായിരുന്നു. ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പോകാമായിരുന്നു. കാരണം അവരുടെ സമ്മതത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോടതിയുടെ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇവരെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് എന്ന്, അവരവിടെ കോടതിയിൽ പോകേണ്ടത് ആവശ്യമാണെന്നുള്ളതുകൊണ്ട് നിസ്സഹായരാവുകയാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരും അധികൃതരും ഇങ്ങനെ ഈ ലെഫ്റ്റ് പാർട്ടീസിൻ്റെ ഒരു സംഘം അവിടെ വന്ന് സംഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നത് തടസ്സപ്പെടുത്തുക എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഈ സംഭവത്തോട് അവിടുത്തെ ഗവൺമെൻറ്റും അധികൃതരും എടുത്തു പോരുന്നൊരു നിലപാടിൻ്റെ ഭാഗമാണ്. അവിടെ തുടക്കം മുതലേ വളരെ ദുരൂഹമായ നിലയിലാണ് അവർ കൈകാര്യം ചെയ്തത്. പരിക്കേറ്റ്, ഗുരുതരമായ നിലയിൽ പരിക്കേറ്റ് മരണം സംഭവിച്ചതിന് ശേഷവും ആ പെൺകുട്ടിയുടെ മൃതശരീരം പോലും കുടുംബാംഗങ്ങളെ കാണിച്ചില്ല. അവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്താൻ അവസരം കൊടുത്തില്ല. അവസാനം ഒരിടത്തും കേൾക്കാത്ത ഒരു സംഭവമാണ് നമ്മളെല്ലാവരും കേട്ടത്. ആ ബോഡി കത്തിച്ചു, ദഹിപ്പിച്ചു എന്ന് പോലീസ് തന്നെ ചെയ്തു എന്നുള്ളത്. ഇന്നൊന്നും ഒരു ന്യായീകരണം എന്താണെന്നുള്ള ആർക്കും അറിയില്ല. മാത്രമല്ല, അതിനുശേഷം സർക്കാർ അധികൃതരുടെ ഭാഗത്ത് വരുന്ന പ്രചാരവേലകൾ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഈ പറയുന്നതെല്ലാം വെറുതെ ഒരു പറ്റം മാധ്യമങ്ങളും അതുപോലെ ഇടതുപക്ഷ തീവ്രവാദികളും ദളിത് ആക്ടിവിസ്റ്റുകളുമെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്. ഇത് ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന മട്ടിലെല്ലാമുള്ള പ്രചാരവേലകളാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സംഘടിതമായി പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഒരു ഗ്രൂപ്പ് തന്നെ അവർ നിയോഗിച്ചതായി മനസ്സിലാക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വ്യാപകമായ പ്രചാരവേലകൾ പരിസരത്തെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ കേസ് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ട്. CBI ഏറ്റെടുക്കുന്നു എന്ന മട്ടിലാണ് ഇന്ന് വാർത്ത വന്ന്. ഏറ്റെടുത്തോന്നറിയില്ല. CBI ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ യോഗി ഗവൺമെൻറ്റിന് ക്ലീൻ ചിറ്റ് കൊടുക്കുക എന്നതാണ് അതിൻ്റെ മലയാളം. മറ്റൊന്നും CBIക്ക് ചെയ്യാൻ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. CBIയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ CBIയുടെ ദൗത്യം ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെയും യോഗി സർക്കാരിനെയും പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. മാത്രമല്ല, ഈ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് കരുത്തരായ സർക്കാരിനെയും സർക്കാരിനെ പിന്താങ്ങുന്ന കക്ഷികളുടെയും അതുപോലുള്ള വിഭാഗത്തെ നേരിട്ട് അവരുടെ ഈ അസത്യം ബോധ്യപ്പെടുത്തൽ അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ പോയി സ്ഥലം സന്ദർശിച്ച് വന്ന പലരും പറയുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ഒരു സാഹചര്യം അതാണ്. വല്ലാത്തൊരു ഭീതിജനകമായ അന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് തന്നെ ഭയമുണ്ട് എന്താ സംഭവിക്കുക. എങ്കിലും അവർ ഇപ്പോൾ ധൈര്യമായി നിൽക്കുന്നുണ്ട്. കോടതി മുമ്പാകെ ഞങ്ങൾ പറയും. കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അത് കോടതി മുമ്പാകെ പറയും എന്നെല്ലാമുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള സംഗതിയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ അവർ കോടതി നടപടികൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇനി എന്നാ പോകാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുക. ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും അധികൃതരെ അറിയിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തുടർന്നുള്ള സ്ഥിതിഗതികൾക്കനുസരിച്ച് തീരുമാനിക്കുന്നതാണ്.
Because how English you speak in English. ANI is here. ANI is here. You please. You please speak. വികാസ് രഞ്ജൻ ഭട്ടാചാര്യ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്. You see, we have had assembled over here with a definite mission to visit the victim's family at Hathras. We have decided, because we have been noticing for some time that the administration and a very powerful section of the upper class, they, instead of taking appropriate care to bring justice, they have been supporting these victims. Instead of supporting the victims, they are supporting these accused. And we have noticed that nowadays, after the Hindutva philosophy is being forcefully campaigned by BJP and RSS, the rape has become a part of their one of the political philosophies, because they believe the Manu Vadi, Manu Samhita teaches them that upper caste people have every right to enjoy the women of the lower caste, and also suppress them, oppress them economically, socially, so that they cannot really raise their heads. They believe in the philosophy of Chaturvarnam Shrestha. This Varnavad has to be abolished. India is a democratic country. The Constitution of India specifically speaks of dignity of a person. That is the fundamental duty of the government to protect and take care of. Unfortunately, these number of rape cases are rising every day. And with the increase of number of rape cases, the basic philosophy of dignity of person is destroyed. The constitution is under attack. The rule of law is under attack. Instead of taking all legal action to prevent all these sort of activities, now I find the administration has come out to say that there has been no rape. And this version of the administration is specifically against the Justice Verma's recommendation, which recommendation was given by him after the Nirbhaya case. As you know, there was a huge upheaval over the country arising out of that rape committed on that particular working girl. Here, now the question has been raised, why did the girl go to the kheti? This is a basic livelihood. The entire family was in kheti, and there the girl was raped, murdered. The physical torture which was perpetrated upon her is obvious. It's no doubt that her spinal cord was broken into pieces, her tongue was severed. This itself is rape. Whether there was penetration or not, that's not the requirement of law nowadays. Now these rapes are committed by upper class people, and being encouraged by the administration, those upper class have not come out to speak against the victim's family. It is the fundamental duty of every citizen of India to raise their voice, to stand by the victim's family, and to resist this onslaught of administration run by the upper caste and the administration run by Mr. Jogi, who had at one point of time publicly said that every upper caste people has their right and freedom to enjoy a girl from the lower class. This philosophy they are now trying to materialize in the practical way of life, and the administration seems to be an onlooker. Today, just to avoid our queries, just to avoid the issues which the parliamentarians would be raising, the police administration, I would say, hatched up a conspiracy and informed that his family would be taken to Lucknow
in connection with a particular case. Now we get the information that the family has not yet been taken. But the message was blown in the air, and it was also communicated to our interlocutors who are really getting the connection with the family and to ensure our visit, that early in the morning at 10 a.m. they have been shifted. This itself is a conspiratorial game on behalf of the administration. They are scared of any sort of democratic inquiry. They are scared of any reasonable people meeting the victim family, so that the administration cannot make any effort to destroy the evidence, which they have already done by burning out the body, going against all the basic norms of human rights, going against basic norms of Hindu culture. They are now espousing the cause of Hindu culture, but they are destroying it from their inside, from the within. Therefore, we condemn this, and we call upon the democratic people throughout the country, the courts, the administrations, to rise to the occasion and protect the constitution. If the constitution fails, autocracy will prevail. We want to fight back autocracy and to see that the constitutional principles and values are restored in our country. We have been able to achieve this constitution after a huge struggle against the British imperialists, after sacrifice a lot of patriots' life. It's our duty now to protect this constitution and make this constitution workable. In the essence, it was adopted by the people of India. We, being the members of the parliament, feel little ashamed that our country is passing through a phase where we cannot protect our own daughters. This unfortunate situation is a lesson to us that we must have to go for a democratic government and democratic governance. These are my humble submission before the people through you with the electronic media and the print media. The people must be made to aware that we are passing through a very dark time, and unless we turn around, there will be nothing beyond the tunnel to see. This is the simple point. Binoy. ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഹത്രാസ് ചില മൗലികമായ ചോദ്യം ഉന്നയിക്കുന്നു. ഒരു ചോദ്യം, ഈ സമൂഹത്തിൽ സ്ത്രീക്ക്, പെൺകുട്ടിക്ക് ജീവിക്കാൻ അവകാശമുണ്ടോ? ഇന്ത്യൻ സമൂഹത്തിൽ ദളിതായി പോയാൽ അവളെയോ അവനെയോ കൊല്ലുമോ? അതാണ് മൗലികമായ ചോദ്യം. യു.പി.എ ഗവൺമെൻറ് പറയുന്നു, BJP RSS പറയുന്നു, അതിൻ്റെ എല്ലാ പ്രചാരണ നാവുകളും പറയുന്നു, പെണ്ണായിപ്പോയാൽ, പെൺകുട്ടിയായിപ്പോയാൽ, ദളിതായിപ്പോയാൽ സവർണ്ണ തമ്പ്രാക്കന്മാർക്ക് യു.പി.യിലായാലും എവിടെയായാലും അവിടെ ബലാത്സംഗം ചെയ്യാം, നട്ടലൊടിക്കാം, നാക്ക് മുറിവേൽപ്പിക്കാം, കള്ളക്കഥ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. അതിനുവേണ്ടി നിർലജ്ജം ഒരു ഗവൺമെൻറ് ഇപ്പോൾ കൂട്ടുനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സത്യമാരായാലും അറിയാനും വേണ്ടി പോയ ഇടതുപക്ഷ MP-മാരെയാണ് അവർ നുണ പറഞ്ഞുകൊണ്ട് തടഞ്ഞത്. പക്ഷെ സത്യം തീർച്ചയായിട്ടും അതിജീവിക്കും. ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ തിരിച്ചു വന്ന് രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി സമയത്തിന് വേണ്ടി ചോദിച്ചിരുന്നു. സുപ്രീം കോടതിക്ക് ഈ ഫാക്ട് ഫൈൻഡിംഗ് മിഷൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സജ്ജമായിരുന്നു. ഞങ്ങൾ മീഡിയയുടെ കാര്യം പറയാൻ വേണ്ടി ഒരുക്കിയിരുന്നു. സത്യം അറിയാൻ പാടില്ല. സത്യത്തെ വിലക്കാൻ വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പരക്കം പച്ചിലാണ് നമ്മളിന്ന് കണ്ടത്. അവരുടെ ധാരണ സത്യം ഇതോടുകൂടി വഴിമാറിപ്പോകുമെന്നാണ്. ബീഹാറിൽ ജനങ്ങൾ പകരം ചോദിക്കാൻ പോകുന്നു. ഹത്രാസിലെ പെൺകുട്ടിയോടും യു.പി.യിലെ പെൺകുട്ടികളോടും ഇന്ത്യയിലെമ്പാടുമുള്ള ദളിതരോടും BJP ഗവൺമെൻറ് കാണിക്കുന്ന കൊടും ക്രൂരതയ്ക്കെതിരായി ബീഹാർ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അവിടെ പ്രതിഫലിക്കും. ഹത്രാസിലെ പെൺകുട്ടിയോട്, ആ കുടുംബത്തോട് BJP കാണിക്കുന്ന ഈ കൊടും ക്രൂരതയ്ക്ക്
നെറികേടിന് ഉത്തരം കൊടുക്കാനായി ബീഹാറിലെ വോട്ടർമാർ തയ്യാറാകുമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ മരണാനന്തരം വീണ്ടും കൊല ചെയ്യാൻ വേണ്ടിയുള്ള കള്ളക്കഥകളുമായി പറയുന്നത്. ജയിലിലെ ഏതോ ഒരു ബലാത്സംഗ വീരൻ ഒരു കത്തയച്ചു പോലും ഈ പെൺകുട്ടിയെ അയാൾ വിളിച്ചു വരുത്തിയെന്ന്. കള്ളക്കഥയാണത്. വിളിച്ചു വരുത്തിയാൽ കൊല്ലാമോ? പടകിച്ചാൽ കൊല്ലാമോ? ഈ വാദമെല്ലാം പൊളിയായ വാദങ്ങളാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും നുണകൾക്ക് മേൽ നുണ കട്ടിവെച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ, പീഡിതരെ, നിന്ദിതരെ, ദളിതരെ, സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ചെയ്തികളെ ചെറുക്കാൻ വേണ്ടിയുള്ള സമരത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ ഉടനെ ഉണ്ടാകുമ്പോൾ ഘട്ടമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്കറിയാം, ബീഹാറിൽ ഇടതുപക്ഷം മാത്രമല്ല ഇന്ത്യയിലെ നീതിബോധമുള്ള എല്ലാവരും ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഹത്രാസിലെ പെൺകുട്ടിയെ ഒരു പ്രതീകമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങൾ അവരുടെ വിധികൾക്കായി മുമ്പോട്ട് പോവുകയാണ്. അവിടെ BJPയെ തടയുവാൻ ജനങ്ങൾക്കാകും. സത്യം വിജയിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ പഠിക്കുവാണ് അതിൻ്റെ പോസിബിലിറ്റി. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ആലോചിക്കും. അവരുടെ കോടതി നടപടികൾ കഴിഞ്ഞതിന് ശേഷം സ്ഥിതിഗതികൾ എന്താണെന്ന് അവിടുത്തെ ലോക്കൽ ആളുകളുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ആലോചിക്കും. അതെ അതെ അവർക്ക് സത്യമറിയാനുള്ള ഒരു അവകാശവും ഒരു പ്രവേശനം നൽകേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതല്ലേ? മാത്രമല്ല, അങ്ങനെ MP-മാരുടെ സംഘത്തിന് സന്ദർശനം നിഷേധിച്ചെങ്കിൽ MP-മാർക്ക് ഇത് ചോദ്യം ചെയ്യാൻ എന്താണ് MP-മാരുടെ മുന്നിലുള്ള വഴി? രാഷ്ട്രപതിയെ സമീപിക്കും എന്നെല്ലാം തീരുമാനിച്ചിരുന്നു. നമുക്കൊരു സംസ്ഥാന സർക്കാർ MP-മാർക്ക് പ്രവേശനം നിഷേധിച്ചാൽ എന്താണ് MP-മാർക്ക് മുന്നിലുള്ള ഒരു സമരത്തിൻ്റെ വഴി? എന്താണ്? അവിടെ BJP കൗശലം കാണിച്ചു. BJP നിരോധനമില്ല, വിലക്കില്ല, എന്നാൽ ഫലത്തിൽ അതെല്ലാം ഉണ്ട് താനും. ഈ ഇടതുപക്ഷ MP-മാർ അവിടെ എത്തിക്കൂടാതെ നടപ്പാക്കാൻ വേണ്ടിയുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ട് BJP എപ്പോഴും കാണിക്കുന്ന കൗശലവും കള്ളത്തരവും ഇവിടെയും കാണിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളും നിങ്ങളും കൂടി ജനങ്ങളെ അറിയിക്കണം. മാധ്യമപ്രവർത്തകരോടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ. അവിടെ അങ്ങോട്ട് ചെന്നാൽ ഇഷ്ടമില്ലാത്തവരെ കേസിൽ കുടുക്കി. ഡൽഹി വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഒരു പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ് ഇവിടുന്ന് മീഡിയാസ് വിളിച്ചിരുന്നു. അവൾ കേരളക്കാരനാണ്. ഓക്കെ, താങ്ക് യു. ഇടത് MP-മാർ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഹാത്രാസിലേക്കുള്ള യാത്രയിൽ UP സർക്കാർ തടഞ്ഞു. കള്ളത്തരവും കൗശലവും പ്രയോഗിച്ചുകൊണ്ടാണ് തങ്ങളെ ഹാത്രാസിലേക്കുള്ള യാത്രയിൽ നിന്നും തടഞ്ഞതെന്നാണ് ബിനോയ് വിശ്വം MP പറഞ്ഞിരിക്കുന്നത്. ഒപ്പം സ്ത്രീക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ജീവിക്കാൻ അവകാശമില്ലേ എന്നൊരു പ്രസക്തമായൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. പൊതുജന ശ്രദ്ധ ഹാത്രാസിൽ നിന്നും തിരിക്കാനുള്ള ഒരു വെപ്രാളമാണ് UP സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നാണ് എളമരം കരീം പറഞ്ഞത്.